BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ഓണാഘോഷവേളയിൽ നഗരത്തിന് സുരക്ഷയൊരുക്കാൻ 2500ഓളം പോലീസുകാർ. ഓണത്തിരക്കേറുന്ന കൊച്ചി നഗരത്തിൽ 24 മണിക്കൂർ നിരീക്ഷണം ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ആഘോഷവേളകളിലെ തിരക്കിന്റെ മറപറ്റി കുറ്റവാളികളും മോഷ്ടാക്കളും നഗരത്തിലേക്ക് കടന്നു കയറുന്നതിന് തടയിടാനുള്ള പരിശ്രമമാണ് പോലീസിന്റേത്. ഇന്നലെ ചുമതലയേറ്റ സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ, സിറ്റി DCPമാരായ KS സുദർശൻ, ജുവനപ്പുടി മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. സ്റ്റേഷനുകളിൽ നിന്ന് കൂടുതൽ പോലീസുകാരെ വരും ദിവസങ്ങളിൽ നഗരത്തിൽ തിരക്കേറുന്ന മേഖലകളിൽ വിന്യസിക്കും. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനുള്ള ഊർജിത ശ്രമം ട്രാഫിക് പോലീസ് വിഭാഗവും നടത്തുന്നുണ്ട്. തിരുവോണത്തിന് ISL ഫുട്ബോൾ മാച്ച് നടക്കുന്ന സാഹചര്യത്തിൽ അധിക പോലീസ് വിന്യാസം വേണ്ടി വന്നേക്കുമെന്നാണ് പോലീസിന്റെ നിഗമനം. ഇതിനുള്ള ക്രമീകരണങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ചെയ്യുന്നുണ്ട്. മറൈൻ ഡ്രൈവ്, ഫോർട്ട് കൊച്ചി, ക്യൂൻസ് വോക്ക് വേ, ബ്രോഡ്വേ, വൈറ്റ്ല ഹബ്, കലോർ ബസ് സ്റ്റാൻഡ്, മാർക്കറ്റുകൾ എന്നിവിടങ്ങളിലെല്ലാം പ്രത്യേക ഫുഡ് പട്രോളിംഗ് നടത്തും. 300ഓളം പോലീസുകാരാണ് ഫുഡ് പട്രോളിംഗ് സംഘത്തിലുണ്ടാവുക. തിരക്കിനിടെയുണ്ടാകുന്ന പോക്കറ്റടി ഒഴിവാക്കാനും തിരക്കുള്ള സ്ഥലങ്ങളിലേക്ക് ലഹരി വിൽപ്പനക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒഴിവാക്കാനും ഇതിലൂടെ സാധിക്കും. തിരക്കിനിടെ ബസ്സുകളുടെ മത്സരയോട്ടം അപകടമുണ്ടാക്കുന്നത് തടയാൻ നഗരത്തിൽ പരിശോധന കർശനമാക്കും. അമിത വേഗത്തിൽ വാഹനം ഓടിക്കുന്നവർക്ക് എതിരെ കർശന നടപടിയുണ്ടാകും. നഗരം ഏതാണ്ട് പൂർണ്ണമായും പോലീസിന്റെ CCTV നിരീക്ഷണത്തിലാണ്. നഗരത്തിലെ വിവിധ കച്ചവട സ്ഥാപനങ്ങളിലെ CCTV ക്യാമറകളും കൺട്രോൾ റൂമുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. പകലും രാത്രിയും ഉന്നത ഉദ്യോഗസ്ഥർ കൺട്രോൾ റൂമിലെത്തി നിരീക്ഷണത്തിന് ചുക്കാൻ പിടിക്കുകയും ഫീൽഡിലുള്ള ഉദ്യോഗസ്ഥർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. CCTV ക്യാമറയില്ലാത്ത മേഖലകളിൽ പെട്രോളിംഗ് ഉൾപ്പെടെയുള്ള ഫീൽഡ് പോലീസിംഗ് ശക്തമാക്കും. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ശക്തിപ്പെടുന്നതിനായി സർവേ ബസ്സുകളിലും ബസ് സ്റ്റോപ്പുകളിലും ബസ് സ്റ്റാൻഡുകളിലും കൊച്ചി സിറ്റി വനിതാ സെൽ, വനിതാ സ്റ്റേഷൻ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ യൂണിഫോമിലും മഫ്തിയിലും നിയോഗിക്കും. ബസ്സുകളിലും ബസ് സ്റ്റോപ്പുകളിലും പുറത്തും കുറ്റകൃത്യങ്ങൾ ഉണ്ടായാൽ ഉടൻ നടപടിയെടുക്കും. മുൻകാലങ്ങളിലെല്ലാം ഓണത്തിന്റെ മറപറ്റി ഇതര സംസ്ഥാന പോക്കറ്റടിക്കാരും മോഷ്ടാക്കളും രംഗത്തെത്താറുണ്ടെന്നാണ് മുൻകൂട്ടി കണ്ടാണ് നടപടി. പാർക്ക്, ബീച്ച്, ബസ് സ്റ്റോപ്പുകൾ, ബസ് സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിൽ പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥരും സ്പെഷ്യൽ ഡ്യൂട്ടിയിലുണ്ടാകും. നഗരത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പിങ്ക് പോലീസ് പെട്രോളിംഗും നടത്തും. രാത്രിയും പകലും മോട്ടോർ സൈക്കിൾ പെട്രോളിംഗിനായി കൂടുതൽ യൂണിറ്റുകളെയും വിന്യസിച്ചിട്ടുണ്ട്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. ആലുവ ദേശീയപാതയിൽ പറവൂർ കവലയിൽ ഫ്രീ ലെഫ്റ്റ് സംവിധാനം നടപ്പാക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ റോഡിന് നടുവിൽ സ്ഥാപിച്ച കാലിവീപ്പകൾ യാത്രക്കാരുടെ ജീവൻ എടുക്കുമോ എന്ന് ആശങ്ക. നിയോജക മണ്ഡലത്തിൽ ആലുവ ബൈപ്പാസ് കവല, പറവൂർ കവല, അത്താണി എയർപോർട്ട് ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് വീപ്പകൾ വെച്ചത്. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഫ്രീ ലെഫ്റ്റ് സംവിധാനം നടപ്പാക്കുന്നത്. 1.5 മാസത്തിനിടെ 2 തവണ മന്ത്രി ഇതിനുവേണ്ടി സ്ഥലം സന്ദർശിച്ചു. വീപ്പകൾ റോഡിന് നടുവിൽ നിർത്തിയതല്ലാതെ ദൂരെ നിന്ന് ഡ്രൈവർമാർക്ക് കാണാവുന്ന മുന്നറിയിപ്പ് ബോർഡുകൾ ഒരിടത്തും വെച്ചിട്ടില്ല. തന്മൂലം രാത്രി ഇതിൽ തട്ടി മറിയുന്ന ഇരുചക്ര വാഹനങ്ങളുടെ എണ്ണം കൂടുന്നു. പിന്നിൽ മറ്റു വാഹനങ്ങൾ ഇല്ലാതിരുന്നതുകൊണ്ടാണ് പലരുടെയും വീഴ്ച പരിക്കിൽ ഒതുങ്ങിയത്. വീപ്പകളിൽ റിഫ്ലക്ടറുകൾ പോലുമില്ല. ഗതാഗത പരിഷ്കാരം നിർദ്ദേശിച്ചതല്ലാതെ അത് നടപ്പാക്കാൻ മന്ത്രി ഫണ്ട് അനുവദിച്ചില്ല എന്നാണ് പരാതി. ഫണ്ട് പ്രാദേശികമായി കണ്ടെത്താനാണ് അദ്ദേഹം ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. അതിന് ഉദ്യോഗസ്ഥർ തയ്യാറാകാത്തതാണ് മുന്നറിയിപ്പ് ബോർഡുകൾ വയ്ക്കാത്തതിന് കാരണം. പറവൂർ കവലയിൽ ഫ്രീ ലെഫ്റ്റ് തിരിയുന്ന സ്ഥലത്തെ കുഴികൾ അടച്ചിട്ടില്ല. ഇതും അപകട ഭീഷണിയാണ്. മന്ത്രി നിർദ്ദേശിച്ച ഫ്രീ ലെഫ്റ്റ് പരിഷ്കാരത്തെ ജനങ്ങൾ സ്വാഗതം ചെയ്തെങ്കിലും ഉദ്യോഗസ്ഥരുടെ അലംഭാവം മൂലം ഫലപ്രദമായി നടപ്പാക്കാനും സാധിച്ചില്ല. ഒരിടവേളയ്ക്ക് ശേഷം വൈപ്പിൻ തീരത്ത് വീണ്ടും അയലച്ചാകര. ചെറുവള്ളങ്ങൾക്കാണ് വല നിറയെ വലുപ്പമേറിയ അയല ലഭിച്ചത്. എടവനക്കാട്, ചാത്തങ്ങാട് തീരത്ത് അടുത്ത ചെറിയാനങ്ങളിലെല്ലാം അയലയാണ് ഉണ്ടായിരുന്നത്. വിവരമറിഞ്ഞ് ക്കുന്ന പരുവത്തിൽ മീൻ വാങ്ങാനായി ഒട്ടേറെ പേർ സ്ഥലത്തെത്തി. കിലോഗ്രാമിന് 100 രൂപ നിരക്കിലായിരുന്നു തുടക്കത്തിൽ കച്ചവടം. എന്നാൽ മീൻ സംസ്ഥാന പാതയോരത്തേക്കും മാർക്കറ്റുകളിലേക്കും എത്തിയതോടെ വില 180 രൂപ വരെയായി. വല നിറയെ കുടുങ്ങിയ മീൻ വേർപെടുത്തിയെടുക്കാൻ തന്നെ തൊഴിലാളികൾക്ക് മണിക്കൂറുകളോളം അധ്വാനം വേണ്ടിവന്നു. ഇതോടെ നാട്ടുകാരും വേർപെടുത്തൽ ജോലികളിൽ പങ്കാളികളായി. ഏതാനും വർഷം മുൻപും ഇത്തരത്തിൽ ചാത്തങ്ങാട് തീരത്തെ ചെറുവഞ്ചികൾക്ക് വൻതോതിൽ അയല ലഭിച്ചിരുന്നു. എന്നാൽ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഈ പ്രതിഭാസം നിലനിന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി തീര
തീരക്കടലിൽ അയലയുടെ സാന്നിധ്യമുണ്ടെന്നും തൊഴിലാളികൾ പറയുന്നു. എന്നാൽ വൻതോതിൽ വലയിൽ കുടുങ്ങിയത് ഇന്നലെയാണ്. അതേസമയം ചാളയുടെ ലഭ്യത കാര്യമായി കുറയുകയും ചെയ്തു. ശ്രീമൂലനഗരം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ ശോചനീയ അവസ്ഥയിൽ. ഹാളിന്റെ തറ പലയിടത്തും പൊളിഞ്ഞു തുടങ്ങി. ശുചിമുറികളുടെ അവസ്ഥ പരിതാപകരമാണ്. ചുറ്റുമതിൽ പൂപ്പലും അഴുക്കും പിടിച്ച് കണ്ടാൽ അറപ്പുളവാകുന്ന വിധത്തിലാണ്. പാർക്കിംഗിൽ ഗ്രൗണ്ടിൽ പുൽക്കാട് നിറഞ്ഞിരിക്കുന്നു. കൂടാതെ ഗ്രൗണ്ടിൽ പലയിടത്തുമായി മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നു. ഇതിനായി വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥല സൗകര്യവും കുറവാണ്. പഞ്ചായത്തിലെ സാധാരണക്കാർക്ക് ചുരുങ്ങിയ ചെലവിൽ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നതിന് അനുയോജ്യമായ സ്ഥലമാണിത്. എന്നാൽ ഹാളിന്റെയും ഗ്രൗണ്ടിന്റെയും ശോചനീയാവസ്ഥ കാരണം ഹാൾ ബുക്ക് ചെയ്യാൻ വരുന്ന പലരും മടങ്ങിപ്പോകുന്നു. കമ്മ്യൂണിറ്റി ഹാളിന്റെ ശോചനീയാവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്നും പാർക്കിംഗ് ഗ്രൗണ്ട് പുല്ലും മണ്ണും നീക്കി വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന വിധത്തിലാക്കണമെന്നും CPI ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കമ്മ്യൂണിറ്റി ഹാളിന്റെ നവീകരണത്തിന് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും പ്രസിഡന്റ് VM ഷംസുദ്ദീൻ പറഞ്ഞു. ഇതിന്റെ ഡിസൈനും തയ്യാറായി. ലോറിയുടെ പഞ്ചറായ ടയർ മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ വൈക്കം സ്വദേശി കാറിടിച്ചു മരിച്ചു. ലോറി ഉടമയുടെ അനുജനായ വൈക്കം തലയാഴം കുമ്മൻകോട്ട് ലതീഷ് ബാബുവാണ് മരിച്ചത്. സംഭവത്തിൽ ഉദയംപേരൂർ കണ്ണഞ്ചേരി KG വിനോദിനെ ഹിൽ പാലസ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ മദ്യപിച്ചിരുന്നു എന്നും പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വ്യാഴാഴ്ച രാത്രി 10 വൈക്കം റോഡിൽ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷന് സമീപമായിരുന്നു സംഭവം. ടയർ പൊട്ടിയതിനെ തുടർന്നായിരുന്നു ലോറി ഇവിടെ നിർത്തിയിട്ടത്. ലോറിക്ക് സമീപം ടയർ മാറ്റാൻ നിന്ന ലതീഷിനെ കാർ പിറകിൽ നിന്ന് വന്ന് ഇടിക്കുകയായിരുന്നു. സംസ്കാരം നടത്തി. ഭാര്യ ജിഷ, മക്കൾ പ്രണവ്, ഭവ്യ, ലക്ഷ്മി. വൈപ്പിൻ ഫോർട്ട് കൊച്ചി അഴിമുഖത്തെ യാത്രാ ദുരന്തത്തിന് പരിഹാരമായി 3ാമത്തെ റോറോ ജങ്കാർ നിർമ്മാണം 1 വർഷത്തിനകം പൂർത്തിയാക്കുമെന്ന് മേയർ M. അനിൽകുമാർ അറിയിച്ചു. ഇതിനുള്ള മുഴുവൻ തുകയും CSML അനുവദിച്ചതായും മേയർ പറഞ്ഞു. കൊച്ചി കപ്പൽ നിർമ്മാണശാലയുമായി കരാർ ഒപ്പിട്ടാൽ നിർമ്മാണം തുടങ്ങും. നേരത്തെ സംസ്ഥാന സർക്കാർ റോറോ വെസലിനായി 10 കോടി രൂപ പ്രഖ്യാപിച്ചെങ്കിലും തുകയുടെ അപര്യാപ്തത തടസ്സമായി മാറി. പിന്നീട് CSML തുക മുഴുവനായും അനുവദിക്കുകയായിരുന്നു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.